ചരിത്രം ഏറെ പറയാനുള്ള, ഫുട്ബോൾ ലോകത്ത് ഏറെ പാരമ്പര്യമുള്ള 4 വേൾഡ് കപ്പ് നേടി നിൽക്കുന്ന ഇറ്റലി ബോസ്നിയ ആൻഡ് ഹെർസാഗിനയോട് ഇന്നലെ തോറ്റ് മൂന്നാമതും വേൾഡ് കപ്പിനില്ല. തുടർച്ചയായ മൂന്നാം തവണ വേൾഡ് കപ്പിനില്ല എന്ന് കേൾക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഓർക്കണം, 16 വർഷത്തെ ഗ്യാപ്പാണ് ആ വരുന്നത്. അപ്പോൾ 2014 അവർ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പറയാനുണ്ട്. വെൽക്കം ടു ടോക്ക് ടൈം എപ്പിസോഡ് നമ്പർ 2. ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഇതിഹാസമായി വളരുന്ന ലമീൻ യമാലിന് അന്ന് പ്രായം 7 വയസ്സാണ്. ഫുട്ബോൾ ലോകത്ത് VAR വീഡിയോ അസിസ്റ്റന്റ് റെഫറി എന്ന സംവിധാനം ഫിഫ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനോയ്ക്കും ലിയോ മെസ്സിക്കും ഫുട്ബോൾ ലോകത്ത് 2 ഇതിഹാസങ്ങൾക്ക് അന്ന് 27ഉം 29ഉമാണ് വയസ്സ്. ഇന്ന് 38, 41 അവർക്ക് വയസ്സെന്ന് ഓർക്കണം. ജിയാൻലുക്കി ബഫൺ അന്ന് ഇറ്റലിക്ക് വേണ്ടി കളിക്കുന്ന സമയമാണ്. ജിയാൻലുക്കി ഡൊണറുമ അന്ന് ഇറ്റലിക്ക് വേണ്ടി കളിക്കുന്നില്ല എന്ന് ഓർക്കണം. 2021 അവർ യൂറോ നേടി. അന്ന് റയൽ മാഡ്രിഡ് വെറും 10 UCL UEFA ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു നേടിയിരുന്നത്. എന്നാൽ ഇന്ന് അവർ 15 UEFA ചാമ്പ്യൻസ് ലീഗ് നേടിയിരിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റുമാരായി ഡൊണാൾഡ് ട്രംപും അന്ന് ബരാക് ഒബാമയായിരുന്നെങ്കിൽ ഇന്ന് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും മാറി മാറി വന്നു. അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് അന്ന് ഫസ്റ്റ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അന്ന് ഫസ്റ്റ് പ്രധാനമന്ത്രി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാലം കടന്നു പോവുകയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ 16 വർഷത്തെ ഗ്യാപ്പ് വരികയാണ് ഇറ്റലി അവസാനമായി വേൾഡ് കപ്പ് കളിച്ചിട്ട്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ @SaidTalks_107 എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും, ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ SaidTalks എന്ന സ്പേസിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കിട്ടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യാനും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.